ഞാൻ ഇവിടത്തെ ചെടി ഇത്ര ഉഷാറായിട്ട് നിൽക്കുന്നതിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ചെയ്യില്ല, മേത്ത് കൈയെടുത്ത് വെക്കാൻ വേണ്ടി വരണ്ടാള്. ഞങ്ങളിപ്പോൾ ചാലക്കുടിയിൽ നിന്ന് അതിരപ്പള്ളി പോകുന്ന റൂട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് ഒരുപാട് ചെടികളൊക്കെയുള്ള ഒരു വീട്ടിലേക്കാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊന്നക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഉള്ള ഒരു ചെടി വീട്ടിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ചെടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എനിക്കിത് നിങ്ങളായിട്ട് ഇന്നൊന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. നമ്മൾ വിചാരിക്കും ഈ ചെടികളൊക്കെ ഭയങ്കര വിലയുള്ള ചെടികളാണ്, നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾക്ക് നിസ്സാരമായിട്ട് ഇതൊക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയതാണ്. ഇതൊക്കെ എന്തെങ്കിലും പണ്ട് ഉണ്ടായിരുന്ന ചെടികളാണ്, പക്ഷേ ഇപ്പം അത് നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണല്ലേ. നമുക്ക് ഓരോ ചെടികളായിട്ട് കാണാം. അപ്പോൾ ഇത് തിരുഹൃദയ ചെടി, ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഇങ്ങനെ പല വെറൈറ്റി ചെടികൾ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പണ്ട് തിരുഹൃദയ ചെടി അല്ലെങ്കിൽ കണ്ണാടി ചെടി എന്നൊക്കെ പറയും. നിങ്ങളുടെ സ്ഥലത്ത് എന്താണ് ഇതിന് പറയുന്നത് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഇത്ര ബുഷിയായിട്ട് വളർത്തിയത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പല കൊമ്പുകൾ ഇങ്ങനെ ഒളിച്ച് വെക്കും ഒരു ചട്ടിയിൽ. അപ്പോൾ അതെല്ലാം കൂടി വളർന്നു വരുമ്പോൾ നല്ല ബുഷായിട്ടുള്ള ചെടിയായിട്ട് നമുക്ക് കിട്ടും. ഇവരിവിടെ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ വെച്ചിട്ടാണ് ഈ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു അടിപൊളി ലുക്കിൽ എല്ലാ ചെടികളും ഒരേപോലെ നമുക്ക് ഒരേ സമയത്ത് തന്നെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കാണാൻ പറ്റും. ഇത് നമ്മുടെ ബിഗോണിയാണ്. ബിഗോണിയ പൂവിട്ട് കഴിഞ്ഞു. ഇത് സിങ്കോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള ഇലകളൊക്കെ ആയിട്ടുള്ള ഒരു ചെടിയാണ്. അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇത്. ഇതിന് തന്നെ പല വെറൈറ്റികളുണ്ട്. അവിടെ കണ്ട ഒരു വയലറ്റ് പോലുള്ള ഒരു കളറ് ഇലകൾക്ക് വന്നിരിക്കുന്നത് കണ്ട. ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് എയർ പ്യൂരിഫൈ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പാമ്പ് വരില്ലെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ധൈര്യമായിട്ട് ഇവിടെ നിൽക്കാമല്ലേ. അങ്ങനെ ഇത് എന്തെന്നാ എയർ പ്യൂരിഫൈ ചെയ്യാനായിട്ട് നല്ലതായതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്തൊക്കെ ചിലരൊക്കെ വെച്ച് വളർത്താറുണ്ട്. ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാം. കാര്യം ഒരുപാട് വെള്ളമൊന്നും മസ്റ്റല്ല. ഇത് നമ്മുടെ ബിഗോണിയ. ഇത് ഇതിൻ്റെ പേരറിയില്ല കേട്ടോ. ഇവിടെ പൂക്കളൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്. ഇത് സിങ്കോണിയത്തിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് ബിഗോണിയയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഇത് അഗ്ലോണിമയാണ്. അതിൻ്റെ തന്നെ വേറെ വെറൈറ്റിയാണ് കേട്ടോ ഇവിടെയൊക്കെ കാണുന്നത്. അതിൻ്റെ നല്ല അത് കൊള്ളാം, സൂപ്പർ. അപ്പോൾ ചെടി നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിലാണ് കാര്യം. വീട്ടിൽ ചെടി ഉണ്ടായിട്ട് കാര്യമില്ല, അറേഞ്ച് ചെയ്യുന്നതിലാണ് കാര്യം. ഇത് അവിടെ ഒരു ചെടി ഉണ്ടായിട്ടത്, ഞാൻ അങ്ങോട്ട് വരാം. ഈ ചെടി എന്ന് പറയുന്ന ആനത്തലേന ആദൂറിയാണ്. ഇതിവിടെ ഒരു ഗ്രോ ബാഗിലാണ് ഇവരിത് വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊടുത്ത ചെടിയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തതാണ്. ഇത് എനിക്കിതിവിടെ കിട്ടിയതെന്ന് വെച്ചാൽ എനിക്ക് അച്ഛൻ തന്നതാണ്. അത്തുങ്ങളിൽ നിന്ന് അച്ഛൻ തന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇപ്പം ഉണ്ടോ, ഇതിനൊരു വയലറ്റ് കളറിലെ ഇലകളുള്ള ഒരു ചെടിയാണ്. പലതരം വെറൈറ്റി പ്ലാന്റുകളാണ് കേട്ടോ. പിന്നെ ഇവിടെ റോസ് നിൽപ്പുണ്ട്. സാധാ റോസാണ്. റോസ് നമ്മൾ പൂവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് ഞെട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുവാണെങ്കിൽ നമുക്ക് വീണ്ടും റോസപ്പൂ ഉണ്ടാകാനായിട്ട് നല്ലതാണ്. ഇതിവിടെ അടുത്ത് നല്ല ഭംഗിയുള്ള പന നിൽപ്പുണ്ട് കേട്ടോ, റെഡ് പന. ഇത് CC പ്ലാന്റ് എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ. ഇത് നല്ല വിലയുള്ള ചെടിയാണ് അല്ലേ. നല്ല വിലയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത കണ്ടോ. ഇത് എൻ്റെ കയ്യിലുള്ള ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇത് മണി പ്ലാന്റിന്റെ തന്നെ അല്ലേ, ക്രീപ്പർ ടൈപ്പ് പ്ലാന്റ് അല്ലേ. എന്നിട്ട് ബ്രോക്കൺ ഹാർട്ട്. ബ്രോക്കൺ ഹാർട്ട് എന്നാണ് ഇതിന്റെ പേര്. പിന്നെ ഇത് നമ്മുടെ മണി പ്ലാന്റ്. ഇതിന്റെ എന്താണ് പേര് പറയണ? അത് വൈറ്റ് മണി പ്ലാന്റ്. വൈറ്റ് മണി പ്ലാന്റ്. ഇത് ബിഗോണിയ തന്നെ അടിപൊളി കളറ്. നല്ലൊരു ലീഫൊക്കെ നല്ല പ്രത്യേകതയുള്ള ലീഫാണ് കേട്ടോ. ഇനി ഇതൊരു നല്ലൊരു പ്ലാന്റ് ആണ്. ഇതിന്റെ പേര് ഞാൻ മറന്നു കേട്ടോ. വീട്ടിലുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഇവിടെ നഷ്ടപ്പെടാതെ നന്നായിട്ട് പരിപാലിക്കുക. എന്നിട്ട് ഇതിന്റെ തൈ എനിക്ക് വേണം കേട്ടോ. ഇതും ബിഗോണിയ. ഇത് നമുക്ക് ഇത് ഫിലോഡ്രൻ അല്ലേ. അപ്പൊ ഇത് മണി പ്ലാന്റ് പോലെ തന്നെ നമുക്ക് മരത്തിലൊക്കെ കയറ്റി വളർത്താവുന്ന ഇതാണ് കേട്ടോ. ഇത് അടിപൊളി ഒരു പ്ലാന്റ് ആണ്. ഇതിന് തന്നെ പല ഷഫ്ലേറ. ഇത് ബിഗോണിയ. അടിപൊളിയാണ്. എനിക്ക് എല്ലാം ഇഷ്ടപ്പെടും കേട്ടോ.
നല്ല രസമുണ്ട്. ഇത് വീട്ടിലുണ്ട് ഈ ചെടി. സ്പൈഡർ പ്ലാന്റ് ആണ്. ഇത് വീട്ടിലുണ്ട് കേട്ടോ. ഇത് നല്ലൊരു പ്ലാന്റ് ആണ്, അടിപൊളി. ഇതിന്റെ തന്നെ 2 കളറുണ്ട്. ഇതിന്റെ അതുണ്ടോ, ഇതിന്റെ തന്നെയാണോ? സെയിം തന്നെയാണ്. മിൽക്കി ബാംബു എന്നാണ് ഈ ചെടിയുടെ പേര്. ഇതിങ്ങനെ ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ച് ഇവർ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇത് വെള്ളം താഴേക്ക് പോവോ? ഈ പോട്ടില് പോവോ അല്ലേ? ഇത് നമ്മുടെ കാശിത്തുമ്പ എന്നൊക്കെ പറയുന്ന പ്ലാന്റ് അല്ലേ? അപ്പൊ ഇത് വാത്സ്യത്തിന്റെ ഹൈബ്രിഡ് ആണ്. എന്താ പേര്? ഇംപേഷ്യന്റ് എന്നാണ് ഈ ചെടിയുടെ പേര് കേട്ടോ. നല്ല രസമുണ്ട്. ഇതുണ്ട് ബിഗോണിയൊക്കെ നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളൊരു ചെടിയാണ് ബിഗോണിയ. ഇത് നമ്മുടെ ചേമ്പിന്റെ അല്ലേ, ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റിന്റെ തന്നെ 3 കളർ ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഇവിടെ ഗ്രീനും വൈറ്റും കൂടി ഉള്ളതുകൊണ്ട് ഈ ഒരു കളറുണ്ട്. പിന്നെ ഇതിനേക്കാളും ഒരു അടിപൊളി കളറുണ്ട്, അത് കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഈ ഗാർഡൻ സ്റ്റെപ്പായിട്ടാണ് ഇവർ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്ലാന്റുകളും നമുക്ക് കാണാൻ പറ്റും. ഇതിനിടയ്ക്ക് വലിപ്പമൊക്കെ അനുസരിച്ച് ഇവർ ഈ ചട്ടികളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു നിരയായിട്ട് ഇങ്ങനെ ഭംഗിയുള്ളൊരു ചെടി വെച്ചു, റൂബി ഗ്രാസ് അല്ലേ. ഈ നിൽക്കുന്ന മരം എന്ന് പറയുന്നത്, ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാവോ? ഇതിൽ മൊട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് മരമുല്ല എന്നാണ് ഇതിൻ്റെ പേര്. വൈറ്റ് കളറിലെ പൂക്കളാണ് അല്ലേ. അപ്പൊ ഇതൊരു നല്ലൊരു ഭംഗിയുള്ള ഒരു മരമായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഈ ചെടിയുടെ പേരെന്താ? 3 തട്ടുള്ള ഒരു ഹാങ്ങിങ് പോട്ടാണ്. ഇതിൽ 3 തരം പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഹാങ്ങിങ് പോട്ട്സ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ടാങ്കിൾ ഹാർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇത് അടിപൊളിയായിട്ട് ഇവിടെ വളരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറൊരു പ്ലാന്റും ഇതുപോലെ വളരുന്നുണ്ട്. പിന്നെ 10 മണിയൊക്കെ ഇവിടെ ഇവർ വിശാലമായിട്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിൻ്റെ അകത്ത് എന്ത് വളമാണ് നിങ്ങൾ പോട്ടിംഗ് മിക്സ് ആയിട്ട് ചെയ്യുന്നത്? മണ്ണ്, ചാണകപ്പൊടി, പിന്നെ മണൽ. ഇത് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നല്ല അടിപൊളിയായിട്ടാണ് ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഒക്കെ ഇരിക്കുന്നത്. വീടിൻ്റെ അകത്താണെങ്കിലും നല്ല മനോഹരമായിട്ടുള്ള ചെടികളൊക്കെ ഇവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ആന്തൂറിയാണ്, എന്താ ലിവർ റെഡ് കളറിലും പിന്നെ അതുപോലെ തന്നെ വേറെ റെഡ് കളറിലൊക്കെയുള്ള ആന്തൂറിയുണ്ട്. പിന്നെ അഡീനിയം അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും കുറേ ചെടികളൊക്കെ ഇവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതിരപ്പള്ളി റൂട്ടിലാണ്. അപ്പോൾ ഇതുവഴി ട്രിപ്പിന് വരുന്നവർക്ക് ചെടികളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റിയൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ട് വേണം വരാൻ കേട്ടോ. ഏതൊക്കെ ചെടികളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതനുസരിച്ചുള്ള പ്ലാന്റുകൾ ഇവിടെ വളർത്തി അടിപൊളിയാക്കി നിർത്തിയിരിക്കും. ഓരോ ചെടികളും വളർത്താനുള്ള ടിപ്സും നിങ്ങൾ വാങ്ങിക്കുന്ന ചെടികളുടെ ടിപ്സുകളൊക്കെ വരുമ്പോൾ പറഞ്ഞു തരികയും ചെയ്യും. ഇവിടുത്തെ ചെടികൾ എങ്ങനെയാണ് ഇത്ര ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ ബാൽക്കണിയിലൊക്കെ വെക്കാൻ പറ്റിയ കൊച്ചു നല്ല അടിപൊളി ചെടികളും അവയുടെ ഹെൽത്തി ആയിട്ട് അവയെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ രഹസ്യമൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ ഇനിയും കാണിക്കാനുണ്ട്. പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഡാനു പേടിയുണ്ടാ? ഇതിനെ ഞാൻ കൊണ്ടുപോകണം. വരുന്ന ഞങ്ങളോട് മാറി പോണു. അടുത്തേക്ക് വന്നതാ. അതൊന്നും ചെയ്യില്ല. മേത്ത് കൈ എടുത്ത് വെക്കാൻ വേണ്ടി വരണ്ട ആള്. മോൾ പിടിച്ചോ? നീ അമ്മ പിടിച്ച ശരിയാവില്ല കേട്ടോ. അതിൻ്റെ ഭംഗി കണ്ടാ അതിൻ്റെ അടുത്തേക്ക് ഉമ്മ വയ്ക്കാൻ വന്നതാ. ഇവിടെ ചെടികൾ മാത്രമല്ല, വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവ്, അതേപോലെ തന്നെ വിവിധ ഇനം വാഴ. ഇവിടുത്തെ തന്നെ വാഴയ്ക്ക കൊണ്ടുണ്ടാക്കിയ ചിപ്സാണ് കേട്ടോ ഇത്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ വീണ്ടും കാണാം. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. ബൈ.